ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഒരു നാടൻ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കിയാലോ? ചിലയിടങ്ങളിൽ ഇതിനെ ചക്കപ്പുഴുക്ക് എന്നും പറയാറുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചക്കയുടെ സീസൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ ചക്ക എല്ലാവർക്കും സുലഭമായി ലഭിക്കും. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായി ഞാൻ ഒരു കുക്കറിലാണ് ഇത് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ചക്ക ചുളയരിഞ്ഞ് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നല്ല നിറവും ലഭിക്കും. ഇതിൽ വിഷാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പോയി കിട്ടും. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുക്കറിൻ്റെ മൂടി അടച്ച് ചെറുതീയിൽ 3 വിസിൽ വരുന്നത് വരെ വേവിക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്ത് ഒരു അരമണിക്കൂർ അതുപോലെ വെക്കുക. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി തേങ്ങ, ചെറിയ ജീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വിസിലൊക്കെ പൊക്കി നോക്കി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചക്കക്കൂട്ടാൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ നല്ല കട്ടിയിലാണ് അരച്ചിട്ടുള്ളത്, അതുകൊണ്ട് അത് പാത്രം ഒന്ന് ചുഴറ്റി ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തീ ചെറുതായി ഒന്ന് ഓൺ ചെയ്ത് ഇതിൻ്റെ മുകളിൽ അല്പം കറിവേപ്പില വിതറി കൊടുക്കുക. ഇപ്പോൾ ചെറുതായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചക്കക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.